ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്രിയേറ്റീവ് വിത്ത് മേഘ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോച്ച്ഡ് എഗ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. പിള്ളേർക്കൊക്കെ നല്ലതാണ് കഴിക്കണമെന്നൊക്കെ. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കില്ല, അതേപോലെ തന്നെ വെള്ളം വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കേണ്ട 2 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഉപ്പാണ്. അത് ആ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. അതേപോലെ തന്നെ ഇടേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിനീഗറാണ് കേട്ടോ. ഞാനിവിടെ വൈറ്റ് വിനീഗറാണ് എടുത്തിരിക്കുന്നത്. വേറെ വിനീഗറൊക്കെ യൂസ് ചെയ്യാൻ പാടുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ വൈറ്റ് വിനീഗറാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് വിനീഗറൊന്നും ആവശ്യമില്ല കേട്ടോ. വിനീഗർ ഒഴിക്കുമ്പോഴാണ് നമുക്ക് പോച്ച്ഡ് എഗ് എന്നുള്ള സംഭവം കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം വിനീഗർ മറക്കരുത്. ഇതിൽ എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വിനീഗർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. തിളച്ച് വരുമ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്യൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ബുൾസൈനൊക്കെ അടിക്കില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ ഇതിലേക്ക് ഒഴിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടെക്സ്ചർ, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇങ്ങനെ ഉണ്ണീനെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഫുൾ വെള്ളമായിട്ട് നിൽക്കില്ലേ, അത് അങ്ങനെയാണ് പോച്ച്ഡ് എഗ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായി തിളച്ചിരിക്കുന്ന വെള്ളം നന്നായി ഒരു സ്പൂൺ വെച്ച് ഇളക്കി അപ്പോൾ തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതേപോലെ നല്ല ഭംഗിയിൽ വരുള്ളൂ. അപ്പോൾ നമ്മളുടെ പോച്ച്ഡ് എഗ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികം നേരമൊന്നും വേണ്ട കേട്ടോ. ഒരു തിളച്ച വെള്ളത്തിലല്ല നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കാരണം ഒരു 2-3 മിനിറ്റിൽ ഇത് കുക്കായി വരും. പിന്നെ ഇതൊരു ഹാഫ് ബോയിൽഡ് എഗ് പോലെയാണ്, അല്ലാണ്ട് ഫുൾ എന്താ പറയുക ബോയിൽഡ് ആയിരിക്കില്ല. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാട്ടോ. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. റയാനൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് ആ വിനീഗർ ഒഴിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ആ നമ്മളുടെ എഗ്ഗിൻ്റെ ഉണ്ണി ഉണ്ടല്ലോ, യെല്ലോ കളർ, അതിനിങ്ങനെ മൂടിയിട്ട് ഫുൾ വൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ വിനീഗർ ചേർക്കണം. എന്നാലാണ് ഇങ്ങനെ വരുള്ളൂ കേട്ടോ. ഇത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇതിലേ നമുക്ക് ഓരോന്നായിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് 2-3 എഗ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. ഓരോന്നായിട്ടേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ. പക്ഷേ സംഭവം അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓരോന്നായിട്ട്, ഇപ്പോൾ നമ്മളിത് ഓരോന്ന് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വെള്ളത്തിലേക്ക് നമുക്ക് അടുത്ത് മുട്ടയിടാം. അതിന് വേണ്ടി നിങ്ങൾ വേറെ വെള്ളം വെച്ച് നന്നായി തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഓരോന്ന് പക്ഷേ ഓരോന്ന് ഇട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സെയിം വെള്ളം ഉപയോഗിച്ച് നമുക്ക് വേറെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പോച്ച്ഡ് എഗ് വന്നിട്ട്. കാണാൻ നല്ല രസമില്ലേ കാണാൻ. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് പെപ്പറൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കാണാൻ തന്നെ ഭയങ്കര എന്താ പറയുക, രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.